ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്താ വെച്ചാൽ ഒരു ഊട്ടി ട്രിപ്പ് വ്ളോഗാണ്. നമ്മൾ പൊലിച്ചക്കന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളൊറ്റക്കല്ല പോകുന്നത്, നമ്മളെ കൂടെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ വൈഫും അതേപോലെ ഓലെ ചെറിയ മോളും ഉണ്ട്. അപ്പോൾ ഓല വീട്ടിൽ പോയിട്ട് പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഊട്ടി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഓല വീട്ടിൽ പോയിട്ട് ഓല കൂട്ടുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ചുരത്തുമ്മലെത്തി. അപ്പോഴേക്ക് നേരമൊക്കെ വെളുത്ത് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഊട്ടി ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ഉള്ള ആളിതാ ഈ കാണുന്ന ആൾ തന്നെയാണ് കേട്ടോ. അവൾ കുറേ ദിവസമായി ഊട്ടി പറയുന്നത്. പ്ലാനിങ്ങുകൾ ഡെയിലി നടക്കുകയല്ലാണ്ട് അങ്ങോട്ട് നമുക്ക് അങ്ങനെ പോകാൻ കഴിയുന്നില്ല. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ തീരുമാനിച്ച് അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ടിൻ്റെ വൈഫൊക്കെ ഉണ്ട് പറഞ്ഞപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. നേരത്തെ പോയതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റും അതേപോലെ നല്ല വ്യൂവും തണുപ്പും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇതാ നല്ല കോട മൂടലും തണുപ്പും ഒക്കെ ആയി. പിന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് പോയിൻറ്റിൻ്റെ അവിടെ എത്തിയപ്പം കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ ഇറങ്ങി. നല്ല കോടയായിരുന്നു. പിന്നെ ഇത് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ട്രിപ്പ് വന്ന കുട്ടികൾ റീലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. സത്യം പറയാമല്ലോ നല്ല തണുപ്പും അതേപോലെ നല്ല കോട മൂടലുമായിരുന്നു. അടിപൊളിയായിരുന്നു. ആ ഒരു വ്യൂ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഊട്ടിയിൽ എത്തിയിട്ട് വേണം നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ അവിടുന്ന് വേഗം പോകുന്ന വഴി ഇതേപോലെ നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടാൽ അവിടെ നിർത്തും, വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കും. കാരണം കോടയൊക്കെ മൂടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണല്ലോ. പിന്നെ ഞങ്ങളങ്ങനെ റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ റൂമിലേക്ക് പോയി. ഇതാണ് നമ്മളെടുത്ത റൂം. അപ്പോൾ റൂമിൻ്റെ അവിടുന്ന് നോക്കിയാൽ കാണുന്നൊരു വ്യൂ ആണ്. ഊട്ടി സിറ്റി തന്നെയാണ് നമ്മൾ റൂം എടുത്തതും. നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ റൂമിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങി. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയത്. അപ്പം ഞാൻ ഇഡ്ഡലിയും സാമ്പാറുമാണ് കഴിച്ചത്. കൈ സൂപ്പർ സോഫ്റ്റ് ഇതിന് ചെറുപാർ കറിയോ. അങ്ങനെ രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും റൂമിൽ പോയി ഒന്ന് നല്ലോണം ഉറങ്ങി എണീച്ച് ഫ്രഷൊക്കെ ആയി. അന്നപ്പോഴേക്ക് തന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമായി കിട്ടോ. പിന്നെ നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി. ഇതും നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻ്റാണ്. പിന്നെ ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ഊട്ടി കൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ. ഊട്ടിയിൽ കറങ്ങാൻ പോകാനും അറിയാം, അങ്ങനെ പ്രത്യേകിച്ച് വലിയ സ്ഥലങ്ങളൊന്നുമില്ല. എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഗാർഡനും കാര്യങ്ങളൊക്കെ ആണെന്ന്. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഓല് രണ്ടാളും സാധാ ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്ത്. ഞാൻ ഫ്രൈഡ് റൈസാണ്. ഞാൻ പിന്നെ ഇവിടെ പോയാൽ ഫ്രൈഡ് റൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളെ ജീരകമുട്ടയൊക്കെ എടുത്ത് തിന്ന് അങ്ങനെ റെസ്റ്റോറൻറ്റിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്ന് പോകുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പൊതുവേ എല്ലാവരും വന്ന ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ആണല്ലോ പോവുക. അപ്പോൾ അത് കർണാടക ഗാർഡൻ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം തന്നെ ഐഷാക്ക് നല്ല സന്തോഷമായി. ഓടി കളിക്കാനും ചാടി കളിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഇതാണ് കേട്ടോ നമ്മളെ കൂടെ വന്ന ആൾ. ഓളും ഒരു വ്ളോഗറാണ്. ഒക്കെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പിന്നെ ഈ ആനനെ കാണാൻ നല്ല രസമല്ലേ, കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. അപ്പം ഇതാണ് കർണാടക ഗാർഡൻ. ഇവിടെ കാണാൻ എന്താണെന്ന് ചോദിച്ചാൽ കുറേ ചെടികൾ, ബുഷ് മോഡൽ ചെടികൾ പല അതായത് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇതാ ഞങ്ങളെവിടെയിൽ നിൽക്കുമ്പോഴേക്ക് ഓള് വേറെ ഓരോ പരിപാടിക്ക് പോകും. ഇനിയിപ്പോൾ നമ്മളിതാ ഈ കാണുന്ന തൂക്കുപാലത്തുമ്മലേക്ക് പോവാണ്. അപ്പോൾ അവിടേക്ക് കുറേ നടക്കാണ്ട്. പോകുന്ന വഴിയൊക്കെ കണ്ടില്ലേ, ഈ ബുഷ് കൊണ്ട് പല രൂപത്തിൽ പല സാധനങ്ങളും പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസം, നല്ല വ്യൂവും അതേപോലെ ഈ തേയിലത്തോട്ടമൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ തൂക്കുപാലത്തുമ്മ കയറി. തൂക്കുപാലത്തുമ്മന്നും അതേപോലെ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറേ ഫ്ലവേഴ്സ് ഉള്ള ഒരു ഗാർഡന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ കയറിയപ്പം നല്ല വെറൈറ്റി കളേഴ്സിൽ കുറേ ചെടികൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ.
ഇത് വാങ്ങിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഒരു ഷോക്ക് വെച്ചതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല കളർഫുള്ളായിട്ട്, അത് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാകണമല്ലോ, കളർഫുള്ളായിട്ട് നല്ല രസമുള്ള ചെടികളാണ്. പിന്നെ ഈ കാണുന്നത് മുന്തിരി വള്ളികളാട്ടോ, മുന്തിരിയും ഉണ്ട് കേട്ടോ അതിൽ, നല്ല പച്ച മുന്തിരി ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നല്ല വെറൈറ്റിയിൽ കുറേ ഫ്ലവേഴ്സ്, നല്ല കളറിലൊക്കെ വലിയ വലിയ ഫ്ലവേഴ്സ് കേട്ടോ, അതും നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. കുറേ കുട്ടികൾ ഇങ്ങനെ അവിടുന്ന് ഉരുക്കി കളിക്കുക, നല്ല രസമായിട്ടോ അവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഉരുകാൻ. ഇത് ചെറിയ കുട്ടികൾ മാത്രമല്ല, വലിയൊരു ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി ഇനി തിരിച്ച് വേറെ എവിടേക്കെങ്കിലും പോവാണ്. പിന്നെ ഞങ്ങൾ പോയത് ഊട്ടിയിലെ ഫേമസ് ആയ ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. ബെഞ്ച് മാർക്ക് ചോക്ലേറ്റ് ഫാക്ടറിയാണ്, ഊട്ടിയിലൊരു ഫേമസ് ആയൊരു ഫാക്ടറി തന്നെയാണിത്. അതിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. അതിൻ്റെ പുറത്തന്നെ നിന്നപ്പോൾ ചോക്ലേറ്റിൻ്റെ സ്മെല്ല്, അടിപൊളി. ഉള്ളിലേക്ക് കയറിയപ്പം പിന്നെ പറയും വേണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സംവിധാനങ്ങളൊക്കെയാണ്, ഈ കൊക്കാണ് കാണുന്നത്. പിന്നെ അത് ആ ചോക്ലേറ്റിൻ്റെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരു സ്മെല്ല് ഇതായാൽ തന്നെ നമുക്ക് ചോക്ലേറ്റ് തിന്നാൻ പൂതിയാവും, അത്രക്കും സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ അത് ഓരോ ചോക്ലേറ്റ്സും ഇങ്ങനെ ഒരു സെറ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ചോക്ലേറ്റിൻ്റെ വീഡിയോ കാണുമ്പം നിങ്ങൾക്കും ചെറുതായിട്ടൊക്കെ നുണയുന്നുണ്ടാവും, അത് സാരില്ല. അപ്പം നമുക്ക് അവിടുന്ന് ഒരു ചെറിയൊരു ചോക്ലേറ്റിൻ്റെ കട്ടയൊക്കെ തന്ന് നമ്മളതൊക്കെ തിന്ന് പിന്നെ മുകളിലോട്ട് പോയി. മുകളിൽ ഒന്ന് സെയിൽ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ അങ്ങനെ മുകളിലോട്ട് കയറി. ഇതിനുള്ളിൽ കുറേ കാണാനുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഇതേപോലത്തെ 2 ടാഗൊക്കെ തരും, അതൊക്കെ കൈമ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഉള്ളോട്ട് കയറി. ഇത് ചായപ്പൊടി ഉണ്ടാക്കുന്ന എന്തൊക്കെ സിസ്റ്റാണ്. പിന്നെ ഇതാ പുറത്ത് നല്ല വ്യൂ, കോടയൊക്കെ വരാൻ തുടങ്ങി. ഇവിടുന്ന് നോക്കിയാൽ ഊട്ടി സിറ്റി ഫുള്ള് കാണാം. പിന്നെ ഞങ്ങൾ പോയത്, പിന്നെ അവിടുന്ന് ചായ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഓല ചായ ട്രൈ ചെയ്യാൻ പോയി. പിന്നെ അത്ര വലിയ തിരക്കൊന്നും ഇല്ലേനു കേട്ടോ അവിടെ. ഇതാണ് ഓല ചായ, നല്ല ചായ തന്നെയായിരുന്നു. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ, ഫ്രീ ആയിട്ട് കിട്ടുന്നതൊന്നും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല, അത് നമ്മൾ കുടിക്കണം എന്നാണ്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഇവരെ ബെഞ്ച് മാർക്കിൻ്റെ തന്നെ ചായപ്പൊടി സെയിൽ ചെയ്യുന്ന അവിടേക്കാണ്. പല വെറൈറ്റി ടൈപ്സ് ചായപ്പൊടികളുണ്ട് കേട്ടോ, കുറേ നല്ല ചായപ്പൊടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം ചായപ്പൊടിൻ്റെ ഒരു ലോകത്തേക്ക് കയറിയ മാതിരി തന്നെ ഉണ്ട്. കാരണം പല വെറൈറ്റി ടൈപ്സിലുള്ള വെറൈറ്റി പേരുകളിലൊക്കെ ഉള്ള ചായപ്പൊടികളൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു ഓരോ പാക്കിങ്ങും അതേപോലെ ഈ ബോട്ടിൽസിൻ്റെ ഇതൊക്കെ കാണാനും. അവിടുന്ന് ഞങ്ങളിങ്ങനെ ഇറങ്ങി. പിന്നെ അടുത്തത് പോയത് ചോക്ലേറ്റ് സെയിൽ ചെയ്യുന്നിടത്തിലേക്കാണ്. അതും ഇതേപോലെ തന്നെ ബെഞ്ച് മാർക്കിൻ്റെ ചോക്ലേറ്റുകൾ തന്നെയാണ്. ഇവിടെയും കയറിയപ്പോൾ തന്നെ വെറൈറ്റി ടൈപ്സ് ചോക്ലേറ്റ്സുകൾ. പക്ഷേ ചോക്ലേറ്റ് നല്ല രസമുണ്ടായിരുന്നു. പൊതുവേ നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഇത്ര രസമുണ്ടല്ലേ, ഇതെന്ന് വെച്ചാൽ നല്ല മെൽട്ടായിട്ടും നല്ലൊരു രസമുള്ള, നമ്മൾ ഈ സിൽക്കും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന മാതിരിയുള്ള ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ചോക്ലേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പുറത്തുനിന്ന് വാങ്ങുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും പൊതുവേ ഒരു രസം ഉണ്ടാവില്ല, പക്ഷേ ഇവർക്ക് നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ചോക്ലേറ്റിൽ കടിക്കാൻ ചെറിയ ക്രഞ്ചീസൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് ഇതേപോലത്തെ 2 ബോട്ടിൽ ഞങ്ങളെടുത്ത്, ഞമ്മക്കും ഒന്നെടുത്ത് പിന്നെ നമ്മളെ കൂടെ ഉള്ളവർക്കും ഒന്നെടുത്ത്. അങ്ങനെ അവിടുന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ പോയത് അടുത്ത സെക്ഷനിലേക്കാണ്. ഈ സെക്ഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മളെ കണ്ണ് തള്ളിപ്പോകുന്നൊരു സെക്ഷനാണ്. കുട്ടികളെ കൊണ്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരു ഏരിയ എന്ന് പറയാം. ടോയ്സ്, ആക്സസറീസ്, സ്റ്റേഷനറീസ്, അങ്ങനത്തെ പല പല ഐറ്റംസും ഉള്ളൊരു കടയാണ്. ഞങ്ങൾ ഒന്നും ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഐഷ ആകെ ആൾ മാറിക്ക് എന്താ വാങ്ങേണ്ടത് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഓള്. പിന്നെ കുറേ വെറൈറ്റി മോഡൽസിലുള്ള ക്ലിപ്സുകളൊക്കെ കണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് തന്നെ ഡ്രസ്സിൻ്റെത്, ഇവിടെ കുറേ വിൻ്റർ കളക്ഷൻസ് തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി, കാരണം കൂടുതൽ അവിടെ നിന്നാൽ ശരിയാവില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് കാറിലേക്ക് പോയി. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ അവിടുന്ന് ഇനി എവിടേക്ക് പോകണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനും കാര്യമൊന്നുമില്ല, കാരണം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലല്ലോ, ഈ കാണുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ പോകുന്ന വഴി നല്ല വ്യൂ ഒക്കെ ഉള്ള ഏതെങ്കിലും സ്ഥലം കണ്ടാൽ ഇറങ്ങുക, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളൊരു ഇതിൽ ഞങ്ങളങ്ങനെ പോയി. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് കാറ് നിർത്തി ഇവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ റൂമിലെത്തി ഫ്രഷൊക്കെ ആയി.
പിന്നെ അത് റൂമിൽ നിന്നുള്ളൊരു നൈറ്റ് വ്യൂ ആണ്, ഒരു നൈറ്റ് ഊട്ടി വ്യൂ ആണ് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ആകെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ.